അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുകയാണ്. ഒരു ചെറിയ ഉപദേശം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖില്ലത്തു തൗഫീഖി വഫസാദു റഅയി വതലബു ദുനിയ ബിഅമലിൽ ആഖിറ. നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാവാൻ സാധ്യതയുള്ള 3 അപകടങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ബഹുമാനപ്പെട്ടവർ ബോധ്യപ്പെടുത്തുകയാണ്. അതിൻ്റെ ആ കാരണങ്ങൾ നാം സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. എന്താണത്? ഒന്നാമതായി ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നു, ഖില്ലത്തു തൗഫീഖ്, തൗഫീഖ് ഇല്ലാതെയാവുക. അതെ, നമുക്ക് ഇബാദത്ത് ചെയ്യാനും നന്മകൾ ചെയ്യാനും ഇതിനൊക്കെയും റബ്ബ് തൗഫീഖ് നൽകണം. നമ്മൾ നന്നാകണമെന്നും ഇബാദത്ത് ചെയ്യണമെന്നും നിസ്കരിക്കണമെന്നും ഖുർആൻ ഓതണമെന്നും ഇങ്ങനെയൊക്കെ നാം ചിന്തിക്കുന്നവരാണ്. പലപ്പോഴും നാം അത് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും അതിന് തൗഫീഖ് കിട്ടുകയില്ല. നമ്മളെ തടയിച്ച അതിന് വഴിപ്പെട്ട് കിട്ടുകയില്ല. അപ്പോൾ ഓരോരോ കാര്യം അതെത്ര ചെറുതാണെങ്കിലും അതിനൊക്കെയും റബ്ബ് തൗഫീഖ് നൽകണം. നമ്മുടെ കാര്യങ്ങളെ കൊണ്ടൊന്നുമല്ല അത് നടക്കുന്നത്. അങ്ങനെ ഖില്ലത്തു തൗഫീഖ് പറയാനുള്ള കാരണം എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഖില്ലത്തു തൗഫീഖ്. അതിന്റെ കാരണം പറയുന്നതിനു മുമ്പ് മൂന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്. ഈ 3 കാര്യത്തിൻ്റെയും കാരണം ഒറ്റ ഒരു കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഈ ഉപദേശത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫസാദുർ റഅയി, നമ്മുടെ ചിന്തകൾ ദുഷിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അതെ, നമുക്ക് ആരെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന അങ്ങനൊരു നല്ല ചിന്തകൾ നമ്മുടെ ചിന്തയിൽ ഓടിയെത്തുന്നില്ല. അത് നല്ല മനുഷ്യന്മാരാണെങ്കിലോ അവർക്കെന്നും സന്തോഷമാണ്. അവരുടെ ചിന്തകളൊക്കെ നല്ല ചിന്തകളാണ്, എന്നും സന്തോഷത്തിലാണ്. പക്ഷെ പലപ്പോഴും നമ്മളെന്നും വിഷമത്തിലാണ്, എന്നും ബേജാരിലാണ്, എന്നും എന്തോ ദുഷിച്ച ചിന്തകൾ, ചിലപ്പോൾ അനാവശ്യമായ ചിന്തകൾ, ചിലപ്പോൾ ഹറാമിയത്തിന്റെ ചിന്തകൾ, ചിലപ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ചിന്തകൾ, ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാര്യം ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, അലബുദ്ദുന്യ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ അമലുകൾ ചെയ്യുന്നു, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്. പലപ്പോഴും നമുക്ക് വന്നുപോകുന്നൊരു തെറ്റാണ്. അതായത് നാം നിസ്കരിക്കുന്നവരായിരിക്കാം, ഇബാദത്തുകൾ ചെയ്യുന്നവരായിരിക്കാം, ഖുർആൻ ഓതുന്നവരായിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെയും പ്രതിഫലം റബ്ബിന്റെ അടുക്കലുള്ള പൊരുത്തമാണ്, ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും നാം അത് ചിന്തിക്കുന്നില്ല. നാം ചെയ്യുന്ന അമലുകളെല്ലാം ദുനിയാവിൽ എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടിയോ, ഒന്നിരിക്കലോ ആൾക്കാർ എന്നെ നല്ലവരാണെന്നും പറയാൻ വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൻ്റെ മേൽ ആൾക്കാരിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്നോ ആഗ്രഹിച്ച് ആഖിറത്തിന്റെ കാര്യം തന്നെ അത് ചെയ്തിട്ടും അവൻ നേടുന്നത്, അവൻ തേടുന്നത്, അവൻ ആഗ്രഹിക്കുന്നത് ദുനിയാവാണ്. ഇങ്ങനൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാര്യം, അങ്ങനെ 3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഒന്ന് ഖില്ലത്തു തൗഫീഖ്, അതായത് തൗഫീഖ് കുറയുക. രണ്ടാമത്തത് ഫസാദുർ റഅയി, നമ്മൾ ചിന്തകളൊക്കെ ദുഷിച്ചു പോവുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവ് തേടുക. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാരണം മിൻ കസ്റത്തി സുനൂബി, നമ്മുടെ ദോഷങ്ങൾ പെരുക്കുമ്പോൾ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന ശിക്ഷയാണ് ഈ 3 കാര്യങ്ങൾ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതെ, നാം ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ്, ധാരാളം ഹറാമിയത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ പലപ്പോഴും നാം ചിന്തിച്ചു പോകും, ഇത്രയെല്ലാം ഹറാമിയത്ത് ചെയ്തിട്ടും, ഇത്രയെല്ലാം തെറ്റ് ചെയ്തിട്ടും
റബ്ബനെ ശിക്ഷിച്ചില്ലല്ലോ, റബ്ബന്റെ എന്ത് ശിക്ഷിക്കാത്ത, അതേ നാം അറിയാത്ത റൂട്ടിലൂടെ നമ്മെ റബ്ബ് ശിക്ഷിക്കുകയാണ്. അതേ ദോഷങ്ങൾ പെറുക്കുമ്പോൾ അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന 3 ശിക്ഷകളാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അതേ തൗഫീഖ് ഇല്ലാതെ ആവുക, അവന്റെ ചിന്തകളൊക്കെ ദുഷിച്ചു പോവുക, അതേ ആഖിറത്തിന്റെ അമലുകൊണ്ടും അവൻ ദുനിയാവിനെ തേടുന്നവനാവുക എന്നുള്ളത്. 3 കാര്യം വരാനുണ്ടായാൽ അവൻ പരാജിതനാണ്, അവൻ നശിച്ചു പോകും, അവൻ ദുഷിച്ചു പോകുമെന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നാം കരുതിയിരിക്കണം. അതേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന ദോഷങ്ങളെക്കുറിച്ച്, അതേ അതിൽ നമുക്ക് നല്ല ഗൗരവമുണ്ടാകണം, നല്ല ബോധമുണ്ടാവണം, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ നോക്കണം. അല്ലാഹു എല്ലാ പാപത്തിൽ നിന്നും എല്ലാ തെറ്റിൽ നിന്നും വിട്ടുനിൽക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.